നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചു കഴിഞ്ഞു. ഇനി അവൾ ഉത്സാഹിച്ച് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ഹലോ ഡാർലിംഗ്. കോളേജിൽ ചില പയ്യന്മാര് ഇന്ന് പ്രോഡക്റ്റ് കിട്ടാത്തതുകൊണ്ട് വന്ന് ബഹളമുണ്ടാക്കി. അത് കിട്ടാത്തോണ്ട് അവരിത്രയ്ക്കും വയലന്റ് ആവാനുള്ള കാരണം എന്താ ആ പാക്കറ്റിനുള്ളിൽ? അതെനിക്കറിയണം. വർഷ, ഡ്രഗ്സിന്റെ അഡിക്ഷൻ മാറ്റാനുള്ള മരുന്നാണത്. കൃത്യസമയത്ത് ആ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരുതരം ഭ്രാന്തി തന്നെ കാണിക്കും. അപ്പോ അവർ ഒരുതരം മാനസിക വിഭ്രാന്തി കാണിക്കും. അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾക്ക്, അല്ലാതെ പേടിക്കണമെന്നില്ല വർഷേ, ഇങ്ങനെയുള്ള മരുന്നിന്റെ സ്വാധീനത്തിൽ നിന്നും അവർ രക്ഷ നേടിക്കൊണ്ടിരിക്കുക. അപ്പോ ഇനിയും അവർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കാമോ? തീർച്ചയായും. ഇനിയും ഈ മരുന്ന് കഴിച്ചാലേ അവർക്ക് ഡ്രഗ്സ് ഉപയോഗത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷ നേടാൻ പറ്റും. ബിസിനസ് കൊണ്ട് പണം മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, അല്പം സമൂഹ നന്മയും കൂടി ചെയ്യണ്ടേ? തീർച്ചയായും. പാവം, എനിക്ക് അവരോടൊപ്പം സഹതാപം തോന്നുക. ഞാൻ അവർക്ക് ഇനിയും പ്രോഡക്റ്റ് കൊടുത്തോളാം. അവര് രക്ഷപ്പെടട്ടെ. ഓക്കെ മൈ ഡാർലിംഗ്. എന്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചു കഴിഞ്ഞു. ഇനി അവൾ ഉത്സാഹിച്ച് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തുകൊണ്ടേയിരിക്കും. സെക്രട്ടറി, എന്താ ഏട്ടാ, വിളിച്ചോ? നീ എപ്പോഴാടി സെക്രട്ടറി ആയത്? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? കേറിപ്പോടി. എടോ സെക്രട്ടറി, എന്താ കുറുപ്പ് സാറേ? എടോ 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 അതെ, ഈ ഫയലിലെ ചില പോയിന്റുകളൊന്നും എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് വിശദമാക്കി തരാൻ പറ്റുമോ? ഇപ്പൊ കുത്തിയിരുന്ന് ഫയൽ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ. പാർട്ടി പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാണ്. പലയിടത്തും നമ്മുടെ പാർട്ടിയുടെ പേര് പോലും കേൾക്കാനില്ല. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും നമ്മൾ വട്ടപൂജ്യമാകാനാണ് സാധ്യത. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ആദ്യം കണ്ടെത്തണം. വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ജഗനെ വിളിച്ചിട്ട് ജഗന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. എന്തു പറ്റി? അവനിപ്പോ പാർട്ടി കാര്യത്തിലൊന്നും തീരെ താല്പര്യമില്ലല്ലോ. മാധവൻ നായരുടെ കുടുംബകാര്യങ്ങളിലല്ലേ താല്പര്യം. കൂടുതൽ സമയം ജഗൻ ഇപ്പം മാധവന്റെ വീട്ടിൽ തന്നെ ആണല്ലോ. ഞാനും ശ്രദ്ധിക്കുന്നുണ്ടോ. എനിക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. എന്നാ സാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഐഡിയ കൊള്ളാം. വന്ദനക്കിട്ടൊന്ന് പൊട്ടിക്കാൻ പറ്റിയ അവസരമാണിത്. അതിൽ നമ്മൾ വിജയിച്ചാൽ പിന്നെ വന്ദന നമ്മുടെ പിറകെ ഒരു ശല്യമായി വരാൻ പോകുന്നില്ല. എന്നാ ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കട്ടെ. നീക്കിക്കോ. പക്ഷേ നമ്മൾ ഈ കളി കളിക്കുന്ന കാര്യം ഒരിക്കലും ജഗൻ അറിയരുത്. അറിയില്ല. ഞാനായിട്ടത് പറയാനും പോകുന്നില്ല. എങ്കിൽ കുറച്ചുകൂടെ ആയുസ് നീട്ടിക്കിട്ടും. സെക്രട്ടറി,
അങ്ങനെ കാറ്റ് എനിക്ക് അനുകൂലമായി വീശാൻ പോകുന്നു. ആ മോനെ ജഗ, ആ അച്ഛാ, വന്നേ. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ആ അച്ഛാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ വിശദമായിട്ട് വന്നിട്ട് പറയാം അച്ഛാ. പക്ഷേ എനിക്ക് ചില ശരി അച്ഛാ, വന്നിട്ട് പറയാം. എന്തോ സീരിയസ് കാര്യമാണല്ലോ. അവന്റെ വെപ്രാളം കണ്ടിട്ട് അവൻ വന്ദനയുടെ അടുത്തേക്ക് പോകാനാണ് സാധ്യത. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ആ വന്ദന, ഞാൻ ഇറങ്ങി. വന്ദന പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഇപ്പം എത്തും. വന്ദന അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ശരി, ഫോൺ വെച്ചേക്ക്. നെക്ലസോ? അതെ, നെക്ലസ്. പ്യുവർ ഡയമണ്ടാ. 2,25,000 രൂപയാണ് പ്രൈസ്. എന്റെ പ്രണയിനിക്ക് ആത്മാർത്ഥ സേവനത്തിനുള്ള സമ്മാനം. ഇതൊരു അംഗീകാരമായും കൂട്ടാം. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ഇന്ന് കുറെ ഡെലിവറി പെൻഡിങ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഞാൻ പറയാതെ തന്നെ ജോലികളുടെ വ്യാപ്തി കൃത്യമായി അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നീയാണ് എന്റെ സൗഭാഗ്യം, എന്റെ ഭാഗ്യ നക്ഷത്രം. വേണ്ട, ഇന്ന് റൊമാൻസിനൊന്നും സമയമില്ല. പിടിപ്പത് പണിയുണ്ട്. എന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ വിതരണം ചെയ്യുന്ന സാമ്പിൾ ഡ്രഗ് ആണെന്ന് കേട്ടപ്പോ ഞാൻ ശരിക്കും വരണ്ടുപോയി. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഔഷധമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ത്രില്ലടിച്ചുപോയി. സമൂഹത്തിന് വേണ്ടി മഹത്തായ സേവനമല്ലേ ഞാൻ ചെയ്യുന്നേ. വർഷ ചെയ്യുന്നുവെന്നല്ല, ഈ വിക്രം ചെയ്യിപ്പിക്കുന്നതെന്ന് തിരുത്തണം വർഷ. ബിസിനസ്സിൽ നിന്ന് ലാഭം നേടുന്നതിനൊപ്പം സമൂഹത്തിന്റെ ശുദ്ധീകരണം നടക്കണം. അതാണ് വിക്രമിന്റെ പോളിസി. ഹലോ, ഇത് എവിടെയാ? ഞാൻ പ്രോഡക്റ്റുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. പെട്ടെന്ന് വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.